ഇത് മഞ്ഞനാടി മക്കാമാണ്. കാസർഗോഡ് മംഗലാപുരം അതിർത്തി പ്രദേശമായ മഞ്ചേശ്വരത്ത് നിന്ന് 7 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഈ ഒരു മഞ്ഞനാടി മക്കാം. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് സയ്യിദ് ഇസ്മായിൽ അൽ ബുഖാരി നഫറുല്ലാഹു മർക്കദ എന്ന മഹാനാണ്. ഏകദേശം 300 വർഷങ്ങൾക്ക് മുമ്പ് മഞ്ഞനാടിയിലേക്ക് വന്ന് ഇവിടെ ആത്മീയ വെളിച്ചം വീശിയ മഹാനാണ് സയ്യിദ് ഇസ്മായിൽ അൽ ബുഖാരി തങ്ങൾ. മഹാനവരുടെ പുണ്യസ്മരണകൾ ഇവിടത്തെ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ശിലാലിഖിതം പോലെ മായാതെ നിലകൊള്ളുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ മഞ്ഞനാടിയുമായുള്ള ബന്ധം മഹാനവറുകൾ സ്ഥാപിച്ചിരുന്നു. കണ്ണൂർ ഒളപട്ടണമാണ് ഇവരുടെ സ്വദേശം. പണ്ടു മുതൽക്ക് തന്നെ ഒരുപാട് സാദാത്യങ്ങളും ആലിമ്യങ്ങളും മഞ്ഞനാടിയിലേക്ക് വരുമായിരുന്നു. അതിഥികളെ സ്വീകരിക്കുന്ന, അവരെ ബഹുമാനിക്കുന്ന വിഷയത്തിൽ മഞ്ഞനാടിക്കാർ എന്നും മുമ്പന്തിയായിരുന്നു. അതിഥികളായി വന്ന ആലിമ്യങ്ങളെയും സാദാത്യങ്ങളെയും അവർ വളരെ നല്ല രീതിയിലായിരുന്നു സ്വീകരിച്ചിരുന്നത്. അങ്ങനെ ദീനി പ്രചരണത്തിനായി വരുന്ന സാദാത്യങ്ങളിൽ പ്രമുഖരായിരുന്നു സയ്യിദ് ഇസ്മായിൽ അൽ ബുഖാരി തങ്ങളുടെ പിതാവ്. സയ്യിദ് ഇസ്മായിൽ അൽ ബുഖാരി തങ്ങളും പിതാവിനോടൊപ്പം ചില സന്ദർഭങ്ങളിൽ മഞ്ഞനാടിയിലേക്ക് വരുമായിരുന്നു. പിതാവിനോടൊപ്പം വരുന്ന ആ ചെറുപ്പക്കാരന്റെ മുഖഗാംഭീര്യം വളരെ അത്ഭുതത്തോടു കൂടിയായിരുന്നു അന്നത്തെ നാട്ടുകാർ കണ്ടിരുന്നത്. ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് കറാമത്തുകൾ അവിടെ നിന്ന് പ്രത്യക്ഷമായതുകൊണ്ട് നാട്ടുകാരെല്ലാം ആ യുവാവിനോട് നല്ല രീതിയിൽ ബന്ധം പുലർത്തി. അങ്ങനെ ഇസ്മായിൽ ബുഖാരി തങ്ങൾ വിവാഹം കഴിച്ചതിനു ശേഷം സ്വന്തം നാടായ ഒളപട്ടണത്തിൽ കുടുംബസമേതം താമസിച്ചുകൊണ്ടിരുന്നു. അപ്പോഴെല്ലാം മഞ്ഞനാടുമായി ബന്ധം നിലനിർത്തിയിരുന്നു. അങ്ങനെ പിതാവിന്റെ മരണാനന്തരം മാതാവിന്റെ അനുഗ്രഹത്തോടെ മഞ്ഞനാടിയിൽ താമസം ആരംഭിച്ച് ഇവിടെ പള്ളിയിലായി കൂടി ജീവിതകാലത്ത് തന്നെ ഒരുപാട് അത്ഭുത കറാമത്തുകൾ മഹാനവറുകളിൽ നിന്നും നാട്ടുകാർ അനുഭവിച്ചു. അങ്ങനെ അവിടെ തന്നെ മഹാനവറുകൾ വഫാത്താവുകയും മഞ്ഞനാടി വലിയ പള്ളിയുടെ ചാരത്ത് തന്നെ മറവ് ചെയ്യുകയും ചെയ്തു. ഇന്നും മഞ്ഞനാടി എന്ന നാട് ദീനി വിജ്ഞാന കേന്ദ്രമാണ്. വലിയ വലിയ ആലിമീങ്ങളൊക്കെ ദർസ് നടത്തിയ പള്ളി ദർസ് ഇന്നും നിലകൊള്ളുന്നു. ഇന്ന് ദർസ് നടത്തുന്നത് ഞങ്ങളുടെയൊക്കെ ഉസ്താദായ ഷെയ്ഖുന അഹമ്മദ് ബാക്കവി ഉസ്താദ് അവറുകളാണ്. ആലിമീങ്ങളെയും മുത്തഅല്ലിമീങ്ങളെയും സ്നേഹിക്കുന്ന വിഷയത്തിൽ മഞ്ഞനാടിക്കാർ എന്നും മുമ്പന്തിയിലാണ്. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. ഇവിടെ 2 വർഷത്തിലൊരിക്കൽ വളരെ വിപുലമായ രീതിയിൽ ഉറൂസ് പരിപാടി നടത്തപ്പെടുകയും ചെയ്യുന്നു.